ജോഫിൻ്റെ പുതിയ ചരിത്രം ടി വിയിലാണ് കാണിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നത് കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടാവും. ശിലായുഗത്തിലെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ്. മലയാളി യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്വാഗതം പറയുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അൽറാജിയിൽ എന്ന് പറഞ്ഞ സൗദിയിലെ ഒരു 6000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ താമസിച്ച ഒരു നഗരം. 1.5 കിലോമീറ്ററൂടെ നഗരത്തിലോട്ട് പോകാനുണ്ട്. അപ്പോൾ ഏതായാലും അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇവിടെ ഒരു മ്യൂസിയം ആയിട്ടും അതിന് മുകളിൽ 6000 വർഷങ്ങൾക്ക് മുമ്പുള്ള നഗരമാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് തന്നെ എടുക്കേണ്ടി വരും. ഏതായാലും നമുക്ക് മ്യൂസിയത്തിലെ കാഴ്ചയും നഗരത്തിലെ കാഴ്ചയും പോയിട്ട് കാണാം. സൗദിയുടെ ഹെറിറ്റേജ് കമ്മീഷൻ്റെ കീഴിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. നമുക്ക് എന്തായാലും ഇതിനുള്ളിലോട്ടൊന്ന് പോയി നോക്കാം. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു രീതിയാണ് ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ചെന്നപ്പോൾ തന്നെ വെൽക്കം ചെയ്യാനായിട്ട് വെള്ളം, സ്വീറ്റ്സ്, സൗദി ഗാവ സ്പെഷ്യലായിട്ടെല്ലാം ഉണ്ട്. ഇതിനുള്ളിലോട്ട് എക്സിബിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് മ്യൂസിയത്തിനുള്ളിൽ. അതേപോലെ എൻട്രൻസിൽ നിന്ന് കടക്കുമ്പോൾ തന്നെ കൊച്ചുങ്ങളായിട്ടൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യാനൊക്കെ ഉള്ളൊരു സൗകര്യം ഇവിടെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ആദ്യം തന്നെ ഈ ഒരു മേക്കപ്പ് സെക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ജോഫിൻ്റെ പുതിയ ചരിത്രം ടി വിയിലാണ് കാണിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നത് കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടാവും. ഈ ഒരു കാണിക്കുന്ന പ്രദേശം ഈ ഒരു ഹെറിറ്റേജ് കോട്ടേഴ്സിൻ്റെ പുറകു ഭാഗത്തായിട്ടുണ്ട്. നമുക്ക് വീഡിയോയ്ക്ക് ശേഷം ആ ഒരു ഭാഗം കൂടി ചിത്രീകരിക്കാം. ഇതുവരെ നമ്മൾ കണ്ട വീഡിയോയിൽ അൽജോഫിലെ ഏകദേശം മൊത്തം ഹെറിറ്റേജ് പ്രോപ്പർട്ടിയുടെ വീഡിയോ ആണ് ഇപ്പോൾ നിലവിൽ കണ്ടത്. ഇനി സെപ്പറേറ്റ് ഒരു വീഡിയോ കൂടെ ഉണ്ടെന്നാണ് ഇവിടുത്തെ മുദീർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് കൂടെ ഒന്ന് പോയി നോക്കാം. മ്യൂസിയത്തിൻ്റെ വലത് ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ കണ്ട ഈ ഒരു ടി വിയും അതേപോലെ ഇതിലുള്ള മൊത്തം ചരിത്രങ്ങളും ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മുമ്പ് ഈ കാണുന്ന ഗ്ലാസ്സിൽ അന്ന് അവർ ഉപയോഗിച്ച പാത്രം, കത്തി, അതേമാതിരി അന്ന് ഉപയോഗിച്ച ആയുധങ്ങൾ മുഴുവനായി ഗ്ലാസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ ആവശ്യത്തിന് ആ സാധനം പുറത്തോട്ട്, എക്സിബിഷൻ്റെ ആവശ്യത്തിന് എന്തോ പുറത്തോട്ട് പോയതാണ്. അവിടെ കാണുന്ന അന്നത്തെ കല്ലുകൊണ്ട് നിർമ്മിച്ച ഓരോ അന്നത്തെ ഭക്ഷണ രീതിക്കോ മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്ന ആയുധങ്ങളായിരുന്നു ഇത്. 5000 വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യൻ ജീവിച്ചതായിട്ടുള്ള ചരിത്രപരമായ കാര്യങ്ങളും അതേപോലെ 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള യുദ്ധവും അതേപോലെ 1000 വർഷത്തിന് ശേഷമുള്ള യുദ്ധവും ഇസ്ലാം വന്നതിന് ശേഷമുള്ള യുദ്ധവും എല്ലാം ചരിത്രപരമായിട്ട് രേഖപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചുമരിലായിട്ട് ഇവിടെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ കാണാൻ പറ്റും. മൊത്തമായിട്ട് രേഖകളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാ വിശദാംശങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പ്രധാനമായിട്ടും കാണാനുള്ളത് ഇതിൻ്റെ ഒറിജിനൽ രൂപങ്ങളെല്ലാം പോയിട്ട് കാണുക എന്നുള്ളതാണ്. പിന്നെ മ്യൂസിയത്തിനുള്ളിലായിട്ട് ഈ ഒരു ചിത്രീകരണം തന്നെ നമുക്ക് കാണാനുള്ളൂ. മ്യൂസിയത്തിലെ കാഴ്ച ശേഷം അന്നത്തെ നഗരത്തിലെ കാഴ്ചയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹെറിറ്റേജിൽ പ്രോപ്പർട്ടി ആയിട്ട് ഇതിങ്ങനൊരു കോമ്പൗണ്ട് ആക്കിയിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ് മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത്. ഇതിലിങ്ങനെ നല്ല വിശാലമായി നടപ്പാതകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും നമുക്കതിന് മുകളിലുള്ള കാഴ്ച കൂടെ ഒന്ന് പോയിട്ട് കണ്ടുപോകാം. 7000 വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യൻ സ്ഥാപിച്ച ഒരു നാഗരികതയുടെ ഭാഗത്തിലോട്ടാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അൽജോഫിലെ സക്കാക്കയിൽ നിന്നും മലയാളി ചാനലിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. 7000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഒരു നഗരം സൃഷ്ടിക്കുക എന്നത് ഇത്രത്തോളമേ നമുക്ക് സാധ്യമാക്കാൻ പറ്റുന്നുള്ളൂ. കൂടി വന്ന 3 മീറ്റർ, അതും കല്ലിൽ, മറ്റൊന്നുമില്ല. കല്ല് അങ്ങനെ നാട്ടി നിർത്തിയേക്ക് ആണ്. ഇതേപോലെ ഇവിടെ ഒരുപാട് കല്ല് നാട്ടി നിർത്തിയതായിട്ട് കാണാൻ പറ്റും. പിന്നെ അന്നത്തെ കാലത്തെ ചെമ്പുരുക്കൽ മാത്രമാണ് ലോഹത്തിലെ മനുഷ്യൻക്കുള്ള കഴിവ്. അപ്പോൾ 1000
വർഷങ്ങൾക്ക് മുന്നേ വന്ന ഒരു നാഗരികത ഇത്രയേ ഉള്ളൂ എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ദൂരഭാഗങ്ങളിലായിട്ട് ഒരുപാട് കല്ലുകൾ, ഇതേപോലത്തെ വലിയ കല്ലുകൾ നാട്ടി നിർത്തിയിരിക്കുകയാണ്. ദൂരെ നിന്നും ഇത് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യർ നിൽക്കുന്ന പോലെയാണ് തോന്നല്. അസ്സലാമു അലൈക്കും. പിന്നെ അന്നത്തെ കാലത്ത് ഈ ഒരു ഭാഗം കൃഷിക്കും അതേപോലെ വെള്ളത്തിനും വളരെയധികം ലഭ്യതയുള്ളൊരു ഭാഗമായതുകൊണ്ടാണ് മനുഷ്യർ ഈ ഒരു സ്ഥലം താമസത്തിന് തിരഞ്ഞെടുത്തത് എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരുപാട് ഇപ്പോഴും നല്ല വെള്ളം കിട്ടുന്നൊരു പ്രദേശമാണ്. ഈ ഒരു പ്രദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം ചുറ്റും മണലുകളാൽ മൂടപ്പെട്ട മരുഭൂമി മാത്രമാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈജിപ്ത് വരുന്നത്. അതേപോലെ ഈസ്റ്റ് രാജ്യങ്ങൾ മൊത്തം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിലുള്ള ഒരു പ്രധാന കച്ചവട റൂട്ടും ഇത് തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലം കൂടിയാണ്. മനുഷ്യർക്ക് സാധ്യമായ നിർമ്മിതികൾ ഇത്ര മാത്രമുള്ളൂ എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ അവിടുത്തെ ഒരു ഉടുമ്പിൻ്റെ കൊച്ചിനെ അതിനിടയിൽ നമ്മൾ പയ്യൻ പിടിച്ചിട്ടുണ്ട്. എന്തോ ഭക്ഷണം കഴിക്കണം. അല്ലേ മിഷി, ഉടുമ്പിൻ്റെ കൊച്ചാണ് കാണാൻ പറ്റിയത്. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ ചൂടായതിനാൽ വേണ്ടിയിട്ടാണ് ഈ ഒരു പയ്യൻ കൂടെ വന്നിട്ടുള്ളത്. കാലാവസ്ഥ ചൂട് എന്ന് പറയാനുള്ളൊരു കാലാവസ്ഥ ആയിട്ടില്ല. നല്ല തണുപ്പുള്ളൊരു പ്രദേശമാണിത്. തണുപ്പും ചൂടും ഒരേപോലെയാണ്. ചൂടാകുമ്പോൾ ചൂട്, തണുപ്പാകുമ്പോൾ തണുപ്പ്. അപ്പോൾ ഇപ്പോൾ തണുപ്പിന്ന് ചൂടിലോട്ട് മാറുന്നൊരു കാലാവസ്ഥ, അതായത് നോർമലാണ്. ഇതേപോലെ കല്ലുകൾ നാട്ടി നിർത്തിയതായിട്ട് മാത്രമാണ് നഗരമെന്ന് സൂചിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. ഈ ഒരു ഏരിയക്ക് മുൻചരിത്രം ഒരുപാട് യുദ്ധങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് മ്യൂസിയത്തിൽ വായിക്കാൻ കഴിയുന്നതാണ്. ഇസ്ലാമികപരമായിട്ടും അതിന് മുമ്പുള്ള യുദ്ധങ്ങളും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അത്തരം ചരിത്രത്തിലോട്ട് വീഡിയോ കൊണ്ടുപോകുന്നില്ല. ഈ ഒരു സ്ഥലത്തെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ലക്ഷ്യമായിട്ട് വെച്ചിട്ടുള്ളൂ. ഇതൊക്കെ അന്നത്തെ മനുഷ്യൻ്റെ ഒരു നിർമ്മിതി ഓർമ്മകളായി ഇന്നും അതേപോലെ നിലനിർത്തുന്നുണ്ട്. ക്യാമറയിൽ എത്രത്തോളം ദൃശ്യമാകുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. എന്നാലും ഇത് ഒരുപാട് ഈ ഭാഗത്തായിട്ട് കല്ലുകൾ നാട്ടി നിർത്തിയതായിട്ട് കാണാൻ സാധിക്കും. അന്നത്തെ സാങ്കേതിക സാമഗ്രികളുടെ കുറവ് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു വീഡിയോ കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത വശം ഇത് ഒരു കല്ല് മാത്രമാണ്. പക്ഷെ അന്ന് മനുഷ്യനെ കൊണ്ട് ഇത്രത്തോളം സാധിച്ചിട്ടുള്ളൂ എന്നുകൂടിയാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇതേപോലെ ധാരാളം കല്ലുകൾ സ്ട്രെച്ചറാക്കി വെച്ചിട്ടുണ്ട്. കൂടുതലും ഇങ്ങനെ തരംതിരിച്ചിട്ടുള്ള അളവുകൾ ഒറ്റ കല്ലിലാൽ കൊത്തിയെടുത്തതാണ്. ധാരാളം ടൂറിസ്റ്റുകൾ വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരിടം കൂടിയാണിത്. ഏതായാലും ശിലായുഗത്തിലെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇന്നത്തെ നാഗരികതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നാഗരികത മാത്രമാണ് ഈ കാണുന്നതെങ്കിലും ശിലായുഗത്തിലെ മനുഷ്യൻ്റെ ഒരു നാഗരികത ഇത്രത്തോളം ഉള്ളൂ എന്നാണ് ഈ ഒരു പ്രദേശം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.